നമസ്കാരം, ഡൽഹിയിലുള്ളത്. ഞങ്ങൾ ഇന്ന് രാജസ്ഥാനിലെ ശ്രീഗംഗാ നഗർ വരെ പോവുകയാണ്. ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 ഇന്റർസിറ്റി എക്സ്പ്രസിനാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. സമയം 12 മണിയായി. ഇനി ഇവിടുന്ന് മെട്രോ കയറിയിട്ട് നേരെ ഡൽഹി ജംഗ്ഷനിലേക്ക് പോകണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഈ മെട്രോ ഉള്ളത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഇവിടെയല്ല, 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അവിടെയാണ്. അപ്പൊ നമുക്കിനിപ്പോ നേരെ ആ ഒരു ഭാഗത്തോട്ട് പോവാം. ഈ 12 മണിക്കത്തെയും ഒരു ഇതിങ്ങനെയാണ്. കാരണം ഡൽഹി മൊത്തത്തിൽ ഈ ഒരു പൊല്യൂഷൻ നിറഞ്ഞിട്ട് മൊത്തത്തിൽ എന്തോ ഒരു ഇതുപോലെ. അതുകൊണ്ട് മാസ്ക് നിർബന്ധമാണ്. മാസ്ക് ഇടാതെ നമുക്ക് ഡൽഹിയിലേക്കൂടെ നടക്കാൻ പറ്റൂല കേട്ടോ. മാസ്ക് ഇട്ടോ. മാസ്ക് ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി എല്ലായിടത്തോട്ടും പോവാം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ സമയത്ത് നല്ല തിരക്കാണ്. ഇനിയിപ്പോ നമുക്ക് കയറാനുള്ളത് ഈ ഒരു വഴി, ഈ ഒരു ഭാഗത്തേക്കൂടെയാണ് നടന്നു പോകേണ്ടത്. ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോമുകളാണ് 1, 2, 3, 4, 5 ഒക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. നമുക്ക് നേരെ പോയാൽ മതി, എവിടെ താഴോട്ടൊന്നും ഇറങ്ങാനില്ല. അങ്ങ് പോയിട്ട് നേരെ ഡയറക്റ്റ് തന്നെ മെട്രോ സ്റ്റേഷനിലോട്ട് കയറാം. ആ ഒരു ബ്രിഡ്ജ് വഴി നടന്നിട്ടുണ്ടല്ലോ, ഈ ഒരു 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. നമുക്ക് അതിലൂടെ തന്നെ ഡയറക്റ്റ് മെട്രോ അവിടത്തോട്ട് പോയായിരുന്നു. ഇവിടെ തന്നെ ഉണ്ട്, അതായത് ഈ ഒരു ഭാഗത്ത് തന്നെ KFC ഒക്കെ ഉണ്ട് ഈ ഒരു 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ KFC ഒക്കെ കിട്ടും. ഇനിയിപ്പോൾ നേരെ ഈ ഒരു ഭാഗത്തോട്ടാണ് നമുക്ക് ഇതിൻ്റെ എൻട്രി ഒക്കെ വരുന്നത്, മെട്രോ സ്റ്റേഷൻ്റെ. ന്യൂഡൽഹി മെട്രോ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനിലോട്ട് പോകും. അവിടെയാണ് ഡൽഹി ജംഗ്ഷനൊക്കെ ഉള്ളത്. ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ സമയപൂർ ബാദ്ലി എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ടിലുള്ള മെട്രോനാണ് കയറേണ്ടത്. ഒരു സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റേഷനായി നമുക്ക് ഇറങ്ങേണ്ട ചാന്ദിനി ചൗക്ക്. ഒരാൾക്ക് വന്ന ടിക്കറ്റ് ഫെയർ 10 രൂപയാണ്. ഇതേ നമുക്ക് പോകാനുള്ള മെട്രോ എത്തി. ഒരു സ്റ്റേഷൻ കഴിഞ്ഞാൽ മതി, പെട്ടെന്ന് പോവാം, വലിയ തിരക്കൊന്നുമില്ല. ഇതാണ് ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷൻ. പുറത്തിറങ്ങി ഞങ്ങൾ ദേ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും വരുന്നത്. ഡൽഹി ജംഗ്ഷൻ ഇതുണ്ടല്ലോ, ഒരു പഴയ റെയിൽവേ സ്റ്റേഷനാണ് ഡൽഹി ജംഗ്ഷൻ. നമുക്ക് അതിലൂടെ കയറാം. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തോടെ കയറാം. കേട്ടോ, നല്ല രസമാണ് റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നിങ്ങൾ ന്യൂഡൽഹി ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ടാക്സിയോ ഈ ഓട്ടോ ഒന്നാക്കി പോകേണ്ട കാര്യമില്ല. നേരെ സ്ട്രെയിറ്റ് നടന്നാൽ അവിടെ തന്നെ ആയി മെട്രോ സ്റ്റേഷൻ. മെട്രോയിൽ കയറി പോകുന്ന ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിന്ന് പോകുന്ന വണ്ടിയൊക്കെ ഉണ്ടല്ലോ, റീഷെഡ്യൂൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ വണ്ടി വേറൊരു ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയാണ്. അത് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ശ്രീഗംഗാ നഗറിലേക്ക് നമ്മളെ വണ്ടിയായിട്ട് പോവുള്ളൂ. അത് ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മുകളിൽ ഡിലേ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു 3 മണിയാവും മിക്കവാറും നമ്മളെ വണ്ടി പുറപ്പെടാൻ വേണ്ടിയിട്ട്. 1:15 പുറപ്പെട്ട വണ്ടിയാണ്. ഏത് സമയത്താണ് പുറപ്പെടുന്നൊന്നും അറിയില്ല. നമുക്ക് ഏതായാലും അതിനകത്ത് കയറി നോക്കാം. അതെ, ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാണ്. നമുക്ക് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് എവിടെയെങ്കിലും പോയിരിക്കാം. ഒന്നെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് നോക്കാം, ആ ഒരു ഭാഗത്ത് പോയിരിക്കാം, അതാ നല്ലത്. ഇവിടെയൊക്കെ തിരക്കാം. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഒരു ലോക്കോമോട്ടീവ് വേണ്ട, നമ്മളിത് അവിടെയാ വരിക. ഇവിടൊക്കെ ഏതൊക്കെയോ വണ്ടികളാ ഉള്ളത്. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കിയാൽ എല്ലാത്തിലും വെള്ളാണ്. ഇതിന് നല്ലതാണ്, പക്ഷെ അപ്പത്തേക്ക് ഇതില് വൃത്തികേടായിട്ടാ ഉള്ളത്. ഒന്നും നല്ലതായിട്ട് ഒന്നുമില്ല ഇവിടെ. ഇതിലുണ്ടോ അതുണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റൂല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന, എവിടെ പോയിരിക്കും? എല്ലാ സ്ഥലത്തും വെള്ളം അതുപോലെ വൃത്തിയാണ്. അല്ലെങ്കിൽ അവിടെ വെയിറ്റ് റൂം ഉണ്ട്, അത് പെയ്ഡുമാണ്. കണ്ടിപ്പം വരുമായിരിക്കും, നോക്കാം നമുക്ക്. സമയം ഇപ്പൊ 13:06, അതായത് 1:06 ഞങ്ങൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം വാങ്ങിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഈ ഒരു വെജ് ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ പോയി വാങ്ങിച്ച്, ഇതാണ് വെജ് ബിരിയാണി വരുന്നത്. കുറച്ചൊരു മസാല ടൈപ്പാണ്. പിന്നെ ഇവിടുന്ന് നല്ല കഴിക്കുന്നത് നല്ലൊരു സ്ഥലം നോക്കണം, ഇത് അവിടെ പോയിട്ട് ഈ ഒരു ഭക്ഷണം വെച്ച് കഴിക്കണം. കാരണം ഞങ്ങൾ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം ഇതല്ല, അവിടുന്ന് പോയി നിൽക്കാനേ ആവില്ല. കാരണം ആ ട്രെയിൻ വരുന്ന ടൈം ഏകദേശം ആയല്ലോ. അതുപോലെ തന്നെ വെജ് ബിരിയാണിക്ക് 90 രൂപയാണ് ഒന്നിന് വന്നത്. അതെ, ഞങ്ങൾ പോകുന്ന ശ്രീഗംഗാ നഗർ ഇന്റർസിറ്റി ഇല്ലേ, അത് റേറ്റ് ഷെയറിംഗുള്ള വണ്ടിയാണ്. 10-ന്റെ ഡൽഹി ജംഗ്ഷനിലേക്ക് വരുന്ന കിസാൻ എക്സ്പ്രസ്. ഞങ്ങൾ ഈ കിസാൻ എക്സ്പ്രസിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഹിസാറിന്ന് ഇവിടത്തേക്ക്. അത് ഇവിടെ 12:30 എത്തേണ്ടത്. ആ വണ്ടി ഇപ്പം 2:05 ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പം അമൃത്സറിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന വന്ദേ ഭാരത് ഇപ്പം നമ്മുടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് വരും. അപ്പം ഇത് 3:05 വന്ദേ ഭാരത് ഇവിടുന്ന് എടുക്കുള്ളൂ.
ഇനിയിപ്പോ അതുവരെ നമ്മളെ വണ്ടി എവിടെ കിടക്കും? ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. ഇനിയിപ്പോ നമ്മുടെ വണ്ടിയുടെ പ്ലാറ്റ്ഫോം മാറ്റോ ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഇവിടെ വന്ദേ ഭാരത് വരും. നമ്മുടെ വണ്ടി എത്ര മണിക്കൂർ ഡിലേ ആവുന്ന നോക്കിയേ. വന്ദേ ഭാരത് വന്നു 2:07 ആകുമ്പോഴത്തേക്കും. ഇത് അതിന്റെ മുന്നിൽ എനിക്ക് തോന്നുന്നു എന്തോ പശുവിനായിട്ട് ഇടിച്ചിട്ടുണ്ട്. അതിന്റെ ഇതൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാ. അമൃത്സർ ഡൽഹി വന്ദേ ഭാരത്. ഏതെങ്കിലും ഒരു ഇടി കിട്ടിയിട്ടുണ്ടാവും. കണ്ടാ മൊത്തം അത് പറഞ്ഞു പോയി. വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇനിയിപ്പോ ഇതിന് 3:05 ആകുമ്പോഴേ ഇവിടുന്ന് എടുക്കുള്ളൂ. അപ്പൊ അതുവരെ നമ്മളെ വണ്ടി ഇനിയിപ്പോ എവിടെ വരും? ഇനിയിപ്പോ ഇതിൽ തന്നെ വരുവാണെങ്കിൽ 1 മണിക്കൂറിന് ആ വണ്ടി 10 കിലോമീറ്റർ പുറകിലുള്ള സ്റ്റേഷനിലുണ്ട്. എന്താ അവസ്ഥ നോക്കിയേ. പ്ലാറ്റ്ഫോം മാറ്റുമോ തന്നെ സംശയം. നമ്മുടെ വണ്ടി ഷാക്കൂർ ബസ്സിൽ വന്ന് കിടപ്പുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് 1 മണിക്കൂർ അവിടെ പോസ്റ്റായി കിടക്കുവാണ്. 1 മണിക്കൂർ എന്റെ പൊന്നോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഞങ്ങൾ ഇനി ശ്രീഗംഗാ നഗറിൽ എപ്പോ എത്താനാ? ഈ വണ്ടി എത്തേണ്ട ടൈം 8 മണിയാണ് ശ്രീഗംഗാ നഗറിൽ. ഇനിയിപ്പോ ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 12 മണിയൊക്കെ എന്തായാലും ആവും. വന്ദേ ഭാരത് ഇതാ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങ് അവിടെ കൊണ്ടുപോയി നിർത്തും. ഇനിയിപ്പോ നമ്മളെ വണ്ടിക്കുള്ള കാത്തിരിപ്പ് തുടങ്ങാം. ബത്തിൻഡ ജംഗ്ഷനിൽ ഡൽഹി ജംഗ്ഷനിലേക്ക് വരുന്ന കിസാൻ എക്സ്പ്രസ് 2.5 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ ഡൽഹി ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 10 വരുന്നത്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണ് പറഞ്ഞത്. പക്ഷെ എല്ലാം മാറി അവസാനം 10ലേക്കായി. 10 ഞങ്ങൾ എത്തി. ഇനിയിപ്പോ ഇതാണ് ശ്രീഗംഗാ നഗർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് ആയിട്ട് പോവുക. WP4 ആണ് ലോക്കോമോട്ടീവ്. ഇനിയിപ്പോ ഇതിന്റെ ആൾക്കാരൊക്കെ ഇറങ്ങണം. തുഗ്ലക്കാബാദാണ്. ഇതിന്റെ ആൾക്കാരൊക്കെ ഇറങ്ങി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് മാത്രമേ നമ്മളെ വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് പോവുള്ളൂ. ആർക്കറിയാം, നോക്കി തന്നെ കാണണം. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ച് സെക്കൻഡ് സീറ്റിംഗ് ആണ്, D1. പിന്നെ ഇതിൽ തന്നെ 3rd AC ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ C1 ഉണ്ട്. ഈ RSA സിസ്റ്റം അറിയുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കൃത്യമായിട്ട് പെട്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടെ എത്തിയത്. ഇതൊന്നും അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ദുരിതം തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് D1. 2007 നിർമ്മിച്ച കോച്ചാ ഇത്. ഇനിയിപ്പോ ഇതില് കയറേണ്ടവരെ തിരക്ക് കണ്ട, ഇറങ്ങേണ്ടവരെ തിരക്കുമായി. കയറേണ്ട എല്ലാം ഒരുമിച്ചാണ് കണ്ടതാ. എന്റെ പൊന്നോ, ഇവിടെ നിക്കാൻ തന്നെ സ്ഥലമില്ല. ഇവരൊക്കെ കയറട്ടെ, നമുക്ക് മെല്ലെ കയറാം. ഇതിലൂടെ കയറാം. ദില്ലി ബട്ടിൻഡ, ദില്ലി ശ്രീഗംഗാ നഗർ. അപ്പൊ നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് 12481. ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത്. ഇത് പിന്നെ കിസാൻ എക്സ്പ്രസിന്റെ ആണ്. അതുപോലെ ഇതൊക്കെ തുറന്ന് കയറേണ്ട തിരക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മള് D1 കോച്ചിൽ കയറി. എൻ്റെ ഈ ഒരു സീറ്റും അതുപോലെ നവീൻ്റെ ഇവിടെയും, ഇത് 69-70. ഇവിടെ അതിന്റെ ഇതൊന്നും കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്, വണ്ടി മാറിപ്പോന്ന്. അതായത് ഈ സമയത്ത് തന്നെ ഈ പറഞ്ഞ ബത്തേരിയിലേക്ക് കിസാൻ എക്സ്പ്രസ് പോകാനുണ്ട്. കിസാൻ എക്സ്പ്രസ് ആണോ ശ്രീഗംഗാ നഗറാണ്, ഇത് റേക്ഷേർ ഒന്നും ആർക്കും ഒന്നും അറിയില്ല. കൺഫ്യൂഷൻ എല്ലാവർക്കും. അതെ അനൗൺസ്മെന്റ് ഒന്നും ഇല്ലാന്ന്. വണ്ടി ഫുള്ളായി. ഇവിടെ 11-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇത് ശ്രീഗംഗാ നഗറിന്ന് ഡൽഹിയിലേക്ക് വന്ന ഇന്റർസിറ്റി. ഇതിനിപ്പോ ബത്തിൻഡ ജംഗ്ഷനിലേക്ക് കിസാൻ എക്സ്പ്രസ് ആയിട്ട് തിരിച്ചു പോകും. കണ്ട എല്ലാവരും കൺഫ്യൂഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡൽഹിയിൽ നിന്ന് ശ്രീഗംഗാ നഗർ വരെ സെക്കൻഡ് സീറ്റിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ഫെയർ 175 രൂപയാണ്. ഇനിയിപ്പോൾ എത്ര മണിക്കാ എങ്ങനെയാ വണ്ടി പുറപ്പെടുക ഒന്നും അറിയത്തില്ല. നോക്കി തന്നെ കാണാം, ഓൾറെഡി ഡിലേ ആണല്ലോ. ഇവിടുന്ന് 1:15 എടുക്കേണ്ട വണ്ടിയാണ്, ഇപ്പൊ 3:30. ഒരുപാട് വൈകി. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ക്ലീനിങ് ഒക്കെ ഉണ്ടാവുന്നത്. എന്ത് ക്ലീനിങ്? ഒന്നുമില്ല കേട്ടോ, അതൊക്കെ വെറുതെ പറഞ്ഞതാ. ക്ലീനിങ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ലോക്കോ ജസ്റ്റ് ഒന്ന് മാറ്റി അപ്പൊ തന്നെ പോയി, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോ എത്ര മണിക്ക് എത്തും തന്നെ നോക്കി തന്നെ കാണാം. എന്തായാലും 10 മണി എന്തായാലും കഴിയും, ഉറപ്പ് പറയുന്നു. 10 മണി എന്തായാലും കഴിയും. ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനോട് വിടാ.
വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നമ്മളെ കോച്ചിലുണ്ടല്ലോ ഈ അൺറിസർവ്ഡ് ടിക്കറ്റുകാർക്ക് കയറുന്നുണ്ട്, അതായത് ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആൾക്കാർ കയറുന്നുണ്ട്. പിന്നെ നമ്മളെ കോച്ചിൽ TT വന്ന് ചെക്കൊക്കെ ചെയ്തു പോയി. പിന്നെ വേറൊരു റീസൺ ഉണ്ട്. മെയിൻ പ്രശ്നം എന്താ പറയുക, ഈ ഡിലേ ആയ വണ്ടി ഇങ്ങനെ കണ്ടെടുത്തല്ല നിർത്തിക്കൊണ്ട് നിൽക്കും, കൂടുതൽ ഡിലേ ആയിട്ട് വരും. അതാണ് മെയിൻ പ്രശ്നം. ഡൽഹി മെട്രോൻ്റെ ആ ഒരു ഇതാണത്, WDG 4G. ആ മുൻഭാഗത്തേക്കൊന്നും വിസിബിൾ ആവുന്നില്ല, കാരണം അറിയാലോ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ലോക്കോമോട്ടീവ് ഏതാണെന്നറിയോ? WP5 ആണ്. പവർഫുൾ ലോക്കോമോട്ടീവ് ആണ്. അതായത് സ്പീഡിൻ്റെ കാര്യത്തിൽ സ്പീഡാണ്, ഭയങ്കര സ്പീഡാണ് WP5-ന്. പെട്ടെന്നാണ് ഇവിടെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വണ്ടീനെ കണ്ടത്. MGR ചെന്നൈ സെൻട്രൽ നൈറ്റ് തമിഴ്നാട് എക്സ്പ്രസ്. വാഷിംഗ് കണ്ടതാ, ട്രെയിൻ കഴുകുന്നുണ്ടാ, ട്രെയിൻ നൈസായിട്ട് കഴുകുക ഇവിടുന്ന്. തമിഴ്നാട് എക്സ്പ്രസ് അപ്രതീക്ഷിതമായി കണ്ടതാ ഇവിടുന്ന്. ഇത് ഇവിടുത്തെ യാർഡാണ്. എത്ര ട്രെയിനുകളാണെന്നറിയാം. ന്യൂഡൽഹി ഇൻഡോർ. ഈ റെയിൽവേ ട്രാക്കിൻ്റെ ഈ ഒരു സൈഡിൽ താമസിക്കുന്ന ഇവരെ കണ്ട, ഇവർ ഇവിടെ തന്നെയാണ് എന്താ പറയുക, ഒരു കുടില് പോലെ ഇത് കെട്ടി ഇവിടെ തന്നെ ജീവിക്കുന്നവരാണ്. ഈ ഒരു സമയത്തേക്ക് ഇവർ ഇവിടെ എങ്ങനെ താമസിക്കുന്നത്, അതൊന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം കൊടും തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. ചെറിയ കുട്ടികൾ വരെ ഉണ്ട് ഇവിടെ. നല്ല ഡ്രസ്സൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവരൊക്കെ സമ്മതിക്കണം. ഈ ഒരു സമയത്ത് ഇതൊരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ റൊത്തക്ക് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ്. ഇത്രയും ദുരിതപൂർണമായിട്ടുള്ളൊരു യാത്ര. സെക്കൻഡ് സീറ്റിംഗ് എടുത്താൽ ജനറലാണ് അവസ്ഥ. നോക്കിയേ, എൻ്റെ പൊന്നോ, ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് ഇറങ്ങും? ഷൂട്ടിംഗ് ഒക്കെ കണക്ക് തന്നെയാണ്. എൻ്റെ പൊന്ന്, ഇത്രയും മോശമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നോക്കിയേ, ഇത് റൊത്തക്കുന്ന് വണ്ടി എടുത്തു, വിൻഡോ സീറ്റും ഇല്ല, ടോട്ടലി ശോകം തന്നെ. സമയം ഇപ്പോൾ 6:20 നേരത്തെ ഇരുട്ട് വന്നു. ഒരു 5:00 ഇരുട്ട് വന്നു. ഇപ്പോൾ ഹരിയാനയിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇത്രയും ദുരിതം നിറഞ്ഞൊരു യാത്രയാണെന്ന് ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, ഇതൊരു ജനറൽ തന്നെയാണ്. ജനറൽ അതുക്കും മേലെ എന്ന് പറയാം. കാരണം എന്താ പറയുക, നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ടിക്കറ്റ് എല്ലാവരും എടുക്കുന്നുണ്ട്. ജനറൽ ടിക്കറ്റ് എല്ലാവരും എടുക്കുന്നുണ്ട്. എല്ലാവരും കയറുന്നത് റിസർവേഷൻ ചെയ്ത കമ്പാർട്ട്മെൻറ്റുകളിലേക്കാണ്. അതായത് ഞാൻ എൻ്റെ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പുറത്തായിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നു. കാരണം ഇവിടെ ബുക്ക് ചെയ്ത വരാത്തതുകൊണ്ടും പിന്നെ ആൾക്കാർ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് തോന്നുന്ന സീറ്റിലൊക്കെ കയറി ഇരിക്കുന്നത്. അതല്ല ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, നിങ്ങൾക്ക് നല്ല കിടിലൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഈ ഭാഗത്ത് അനങ്ങിയാൽ എൻ്റെ സീറ്റ് പോകും. സീറ്റ് രണ്ടാമത് തിരിച്ചെടുക്കുക, ഡോറിൻ്റെ അവിടെ എടുക്കുക, ആൾക്കാർ ചെന്നിരിക്കുക. പിന്നെ നമ്മൾ എങ്ങനെ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യും? അത് നിങ്ങളൊന്ന് പറ. കൈ കഴുകാൻ വേണ്ടി പോകാൻ പോലും പറ്റുന്നില്ല, ഫുൾ ആൾക്കാരാണ്. പിന്നെ അപ്പോൾ ആ സമയത്ത് ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഒരു ബിസ്ക്കറ്റ് കഴിക്കാൻ വിചാരിച്ചു. നല്ല തിരക്ക് തന്നെയാണ് കണ്ട. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് കഴിച്ച് നമുക്ക് ഒരു ഇതാക്കാം. ഡൽഹിയിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിട്ട് നമ്മൾ ഇത്ര നേരം ഹരിയാനയിലെ കൂടെയാണ് യാത്ര ചെയ്തത്. ഇപ്പം 200 കിലോമീറ്റർ യാത്ര ചെയ്ത് ജക്കാൽ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തിയിട്ടുണ്ട്. ഈ ട്രെയിനിൻ്റെ ഹരിയാനയിലത്തെ അവസാനത്തെ സ്റ്റേഷനായത് ജക്കാൽ. അടുത്തത് ഇനി പഞ്ചാബാണ്. നമുക്കൊരു വിൻഡോ സീറ്റ് കിട്ടി, ഇഷ്ടപ്പെട്ടില്ലേ? പക്ഷേ ഇത് തുറക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. എല്ലാം കൊണ്ടൊരു അങ്ങനെ തന്നെയാണ് യാത്ര. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജക്കാൽ ട്രെയിൻ ഇപ്പം 105, 106, 110 തന്നെ. ഈ ഉത്കൃഷ്ട കോച്ചിൻ്റെ പരമാവധി വേഗത പറഞ്ഞത് 110 km/h ആണ്. അതിൽ തന്നെ പോകുന്നുണ്ട്. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പെട്ടെന്നാണ് സ്റ്റേഷൻ കഴിഞ്ഞത്.
110 കണ്ട, അതിന്റെ മേലെ കേറൂല. പക്ഷേ നമ്മളെ ലോക്കോമോട്ടീവ് WP5 അല്ലേ, അത് 160 കയറും. പക്ഷേ കോച്ച് മാറണമായിരുന്നു, എന്നാൽ 130 പോവായിരുന്നു ഈ റൂട്ടിലേക്കൂടെ. ബട്ടിൻഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്താനായി, ഒരു 20 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. വേറൊരു കാര്യം എടുത്തു പറയണ്ടേ, ഇതിലേ കൂടെ ഉണ്ടല്ലോ ഐസ് ഇങ്ങനെ അടിച്ചടിച്ച് കയറുക, അത്ര രീതിയിലുള്ള തണുപ്പാണ്. ഇത് നല്ല രീതിയിൽ അടച്ചിട്ടും കാര്യമൊന്നുമില്ല, ഇതെല്ലാം അറിയാമല്ലോ. അത് ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് റിമൂവ് ആയിട്ട് മേലോട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട് കേട്ടോ മേലെ, അത് വർക്കിംഗ് ഒന്നും അല്ല, കണക്റ്റീറ്റ് ആവുന്നില്ല. അതുപോലെ ഈ സ്വിച്ചൊക്കെ പഴയതാണ്, പഴയ കാലത്തെ ഇതാണ്. അപ്പോൾ വണ്ടി ഇപ്പോഴും ആ ഒരു 110 km/h സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. സമയം ഇപ്പോൾ 8:25 ബട്ടിൻഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയായിരിക്കും പ്ലാറ്റ്ഫോം വരുന്നതെന്ന് അറിയില്ല കേട്ടോ, രണ്ട് സൈഡ് നോക്കുന്നുണ്ട്. മുന്നിലേക്ക് ഒന്ന് വ്യക്തമാവുന്നില്ല, മൊത്തം ഫോഗാണ്. ബട്ടിൻഡ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവരൊക്കെ ഇറങ്ങിയ ശേഷം എല്ലാം നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാം, കാരണം ഇവിടെ ഒരുപാട് നേരം വണ്ടി നിർത്തും. 20:31 8:31 ഇതാ ബട്ടിൻഡ റെയിൽവേ സ്റ്റേഷനിൽ ഒരു തിരക്ക് കണ്ട. ഇപ്പോഴാണ് നമ്മുടെ വണ്ടി ഒന്ന് ഫ്രീ ആയത്. എൻ്റെ പൊന്നു, ഞാൻ ഇതുവരെ ഈ ഒരു ഭാഗത്തേക്ക് ഇത്രയും തിരക്ക് വിചാരില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി അപ്പുറം തിരക്കായി പോയി. അതുപോലെ തന്നെ ഇവിടുന്ന് ഇതൊക്കെ കണ്ടതാ, പൂരിയൊക്കെ വെക്കുന്ന കണ്ടാ. എല്ലാവരും ഈ തണുപ്പിന് വാങ്ങിച്ച് കഴിക്കും, കാരണം ചായയൊക്കെ വേണമെങ്കിൽ അത് കഴിക്കാം. നല്ല രസമായത് കണ്ടോ, ലൈവായിട്ട് പൂരിയൊക്കെ ചുട്ട് തരും. ആ ചേട്ടൻ അവിടെ നിന്ന് ചൂടുന്നുണ്ട്. പൂരിയൊന്നും വേണ്ടല്ലോ, വേണ്ട വേണ്ട, ചായ കുടിക്കാം. ചായ വേണം, എന്തായാലും ചായ എന്തായാലും നിർബന്ധമായിട്ടും വേണം. നല്ല തണുപ്പുണ്ട്, എന്തായാലും 2 ചായ കുടിക്കാം. ഈ ബട്ടിൻഡ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ 25 മിനിറ്റോളം സ്റ്റോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഇവിടെ എത്തേണ്ടത് ഒരു 6 മണി 6:15 ആകുമ്പോഴാണ് ഇവിടെ എത്തേണ്ടത്. 6:15 എത്തേണ്ട വണ്ടിയാണ് ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ 2.5 മണിക്കൂറോളം വണ്ടി ഡിലേ ആണ്. അതുപോലെ ഇതാ ആ തണുപ്പ് ഇങ്ങനെ വരും. അയ്യോ, അതുപോലെ നിൽക്കാൻ പറ്റുന്നില്ല, വാതിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് പഞ്ചാബാണ് കേട്ടോ, നേരത്തെ പറഞ്ഞു ഓൾറെഡി പഞ്ചാബിലേക്ക് കയറി എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമ്മള് ശ്രീഗംഗ നഗർ രാജസ്ഥാനാണ്. അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിലേക്കൂടെ നമ്മളെ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഈ ട്രെയിൻ 25 മിനിറ്റ് ആണ് എന്താ പറയാ സ്റ്റോപ്പിൽ. നമ്മളിപ്പോ വരുന്ന ഡൽഹിയിൽ നിന്ന് വിട്ട ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പ് കൂടിയാണ് ബത്തിൻഡ. ഇവിടുന്ന് ഒരുപാട് റൂട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ, വലിയൊരു ജംഗ്ഷനാണ്. അതായത് നമ്മളിപ്പോ വന്ന ജക്കാൽ എന്ന് പറഞ്ഞ ജംഗ്ഷൻ, ആ ഒരു വഴി വന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പോകേണ്ട ശ്രീഗംഗ നഗർ ഫാസിൽക്ക റൂട്ട്, പിന്നെ ഒന്ന് പോകുന്നത് ഫിറോസ്പൂർ കണ്ടോൺമെന്റ് റൂട്ട്, പിന്നെ ഒന്ന് സൂറത്ഗഡ് ഹനുമൻഗഡ് ആ ഒരു വഴിയിലേക്ക് പോകുന്നുണ്ട്, പിന്നെ ഒന്ന് രജ്പുര, അങ്ങനെ ഇത്ര സ്ഥലങ്ങളിലേക്ക്. പിന്നെ വേറൊന്നും കൂടി ഉണ്ടാ ഹിസാറിലേക്ക്. ശരി തന്നെ, ഇത്രയും സ്ഥലങ്ങളിലേക്ക് ഈ വരുന്ന ബത്തിന്റെ എന്താ പറയാ റൂട്ടുകൾ പോകുന്നുണ്ട്. അതായത് ഹിസാറിലേക്ക് വരുമ്പോ കിസാൻ എക്സ്പ്രസ് ബട്ടിന്റെ തുടങ്ങിയിട്ട് ഹിസാർ വഴിയാണ് ഡൽഹിയിലോട്ട് പോകുന്നത്. അതെ അതെ അതെ. 1 Delhi Sriganganagar Intercity via Giddarbaha Malot Abohar is standing on platform number 1. നമുക്ക് എന്നാലേ 2 ചായ വാങ്ങിച്ചു കുടിക്കാം, കാരണം ഈ തണുപ്പിന് ചായ മസ്റ്റാണല്ലോ. ചായ ചായ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടുന്ന് കഴിക്കാം, വാ ഭയ്യ, ദോ ചായ 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 ഇതല്ലേ നവി വരുന്ന നോക്കറ. ചായ 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 നല്ല മസാല ചായ ആയിരിക്കും. ചായ, ഓ ഇത് നോക്കി വരുന്ന നോക്കിയ അത്രയും തണുപ്പാന്ന്. അകത്തോട്ട് വരാ. വാ വാ വാ. ഞങ്ങള് 2 പൂരിയും കൂടെ വാങ്ങിക്കുകയാണ് കേട്ടാ. എടാ ഒരു പ്ലേറ്റും കൂടെ ചോദിക്ക് ഭയ്യ, ഏക് ഓർ പ്ലേറ്റ് ഏതോ ഭയ്യ, ഏക് ഓർ പ്ലേറ്റ്. ഓക്കെ 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 ഓക്കെ, വാ 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 വാ. ഇതും കൂടെ കഴിക്കാം. വണ്ടി എടുക്കാനായിട്ടാ, ഇനിയും ടൈമുണ്ട്. എത്ര അവിടെ പോയിട്ട് കഴിക്കാം അല്ലേ, പുറത്തുനിന്ന് കഴിക്കണ്ട. കയറിക്കോ. ഞങ്ങളുണ്ടല്ലോ സബ്ജി ഒന്നും വാങ്ങിച്ചില്ല, പ്ലെയിൻ പൂരി മാത്രം ഓരോരെണ്ണം വാങ്ങിച്ച് കഴിക്കുക. അതുകൊണ്ടാ ഇനി ശ്രീലങ്ക നഗർ എത്തുമ്പോൾ എന്തായാലും 10 മണി എന്തായാലും കഴിയും. 10:20 ഇപ്പൊ കാണിക്കുന്ന ടൈം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ട്, കേക്കും ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് കഴിക്കാം. അപ്പൊ അതിന് പുറമെ തന്നെ നല്ല ചൂട് പൂരി അല്ലേ, വാങ്ങിക്ക കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഞാനും കൂടെ കഴിക്കട്ടെ. നവി വീണ്ടും 2 കൂടെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഇതാ തിന്നപ്പോ നല്ല ടേസ്റ്റ് അല്ലേ, നല്ല ചൂടുണ്ടല്ലോ. നേരത്തെ തന്നെ മതിയായിരുന്നോ?
എടാ ഇവിടുന്ന് ലോക്കോ റിവേഴ്സലുണ്ടോടാ? ഇപ്പൊ വണ്ടി അനങ്ങുന്ന പോലെ കണ്ട്. അറിയില്ല, ഒന്നും അറിയില്ല. നമുക്ക് നോക്കാം. ആ ചൂടോടെ കഴിക്കുക ഫസ്റ്റ്. അത് ബാക്കി തീരുമാനിക്കാം എന്താന്ന് വെച്ചാല്. ഈ പൂരി ഉണ്ടല്ലോ, നോക്കിയേ കണ്ടാ, നല്ല സോഫ്റ്റ് പൂരിയാണ്. ഇതുണ്ടല്ലോ, ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ തണുപ്പാണ്. പിന്നെന്ന് പറഞ്ഞാല് ചെറിയൊരു വിശപ്പും ഉണ്ടാവുമല്ലോ, കാരണം ഇതിൽ വലിയ പാൻട്രി ആയിട്ട് അങ്ങനെ പോകുന്നില്ല. ഇതേപോലെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ എത്തണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 25 മിനിറ്റോളം ഹോൾട്ട് ഉള്ളത്. ഇതിന്റെ കൂടെ സബ്ജി ഉണ്ട്, പക്ഷെ ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല. സബ്ജിയെ കാട്ടി പ്ലെയിൻ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മള് പൂരി വാങ്ങിയതാ ഈ ഒരു കടയിൽ നിന്നാണ്. അവിടുത്തെ ബായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ബായ് മലയാളി ട്രാവലേഴ്സ്. हाँ ये वीडियो कब तक डालोगे फिर आप? आपका नाम? ജലജ്. താങ്ക് യു ബൈ. ബട്ടിൻഡ റെയിൽവേ സ്റ്റേഷനിൽ 9:03 വണ്ടി എടുത്തത്. ഇപ്പം 127 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ശ്രീഗംഗാനഗറിലേക്ക്. ഈ ഒരു ബട്ടിൻഡ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കേരള ടു കാശ്മീർ യാത്രയിൽ നമ്മുടെ സ്വന്തം സ്കൂട്ടർ എടുത്തിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്കൂടെയൊക്കെ ഞങ്ങൾ പോയതാണ്. ഇവിടെ പൂരി ഇടുന്നുണ്ട്. ലോക്കോ റിവേഴ്സിലൊന്നും ഉണ്ടായില്ല, നേരെ അപ്പോൾ പോകുന്നത്. പിന്നെ ബട്ടിൻ്റെയും കഴിഞ്ഞ്. ഈ ബട്ടിൻഡ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം വരുന്നതില്ലേ, ആ ഒരു ഭാഗത്താണ് കണ്ടാ, അവിടെയാണ്. അങ്ങോട്ടൊന്നും കാണുന്നില്ല, കണ്ടതാ, ഇവിടെയാണ് ബട്ടിൻഡ ജംഗ്ഷൻ. പഞ്ചാബിലെ തന്നെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ബട്ടിൻഡ. അവിടെയും ആ ഒരു നെയിം ബോർഡ് ഉണ്ട്. ട്രെയിൻ ഒരു വളഞ്ഞിട്ടാണ് പോകുന്നത്. വേറൊരു കാര്യം, നമ്മുടെ ലോക്കോമോട്ടീവ് മാറി, ഇപ്പോൾ ഡീസലാണ് പോകുന്നത്. WDP 4Dയോ അങ്ങനെ എന്തെങ്കിലും ആകാം. കാരണം നേരത്തെ ഒരു ഇളക്കുണ്ടായിരുന്നു. കാരണം അപ്പോൾ അത് ലോക്കോ റിവേഴ്സ് അല്ല, ലോക്കോ ചേഞ്ചാണ് ഇവിടുന്ന്. ഇലക്ട്രിക് ഇവിടുന്ന് മാറിയിട്ട് ഡീസലിലോട്ട് ആയി. സമയം ഇപ്പം 10:31. അബഹാർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ ഇത് എത്തിരിക്കുകയാണ്. അടുത്തതാണ് നമുക്ക് ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷനായ ശ്രീഗംഗാനഗർ. 54 കിലോമീറ്റർ ഉണ്ട്. ഇത് പഞ്ചാബാണ്. രാജസ്ഥാനിലേക്ക് നമ്മൾ ഇതുവരെ കേട്ടില്ല. കണ്ട ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. കാരണം നല്ല തണുപ്പാണ് ഈ സമയത്ത്. പിന്നെ അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇനി ഭാഗത്തേക്ക് തണുപ്പ് കൂടുകയുള്ളൂ. രാജസ്ഥാൻ്റെ ഭാഗത്തേക്ക് ഹെവി തണുപ്പായിരിക്കും. അല്ല ഇവിടെ 2 മിനിറ്റ് ഉണ്ട് നമ്മളെ വണ്ടിക്ക്. വണ്ടി ഏകദേശം കാലിയായി. ഇത് കണ്ട എടുത്ത് കാണുന്നില്ല ഈ ഒരു ഫോഗ്. എൻ്റെ പൊന്നോ, ഇപ്പോൾ 54 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്തും, ശ്രീഗംഗാനഗറിലെത്തും. ലൈറ്റുള്ള ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കും. കണ്ടോ, അതാ വെള്ള പോലെ കാണുന്നില്ലേ? ലോകോപലിന്റെ സിഗ്നൽ കാണില്ല, അതുകൊണ്ടാണ് ഈ സ്ലോ ആയിട്ട് പോകുന്നത്. 0 വിസിബിലിറ്റിയാണ്. നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇപ്പോൾ ഈ ഒരു സെയിം അവസ്ഥ തന്നെയാണ്, ഇവിടുത്തെ മാത്രമല്ല. ഈ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ കറുത്ത ലൈൻ പോകുന്നതാണെന്നല്ലേ. ഇപ്പം ഞങ്ങളുള്ളത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറിൻ്റെ ഒരു അടുത്താണ്. ശരിക്കും പറഞ്ഞാൽ ശ്രീഗംഗാനഗർ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ ബോർഡറോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലത്താണ്. കുറച്ചും കൂടെ സൂം ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇതുണ്ടോ, ഇത് പാകിസ്ഥാൻ എന്ന വലിയൊരു രാജ്യം കാണാം. പാകിസ്ഥാൻ, പിന്നെ ഇത് നമ്മുടെ രാജ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോകുന്നത് ബോർഡർ സൈഡിലൂടെയാണ്. അത്രയും സൈഡിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. കണ്ടാ, ദേ ഈ ഒരു സൈഡിലൂടെ കണ്ട ഇത്ര അടുത്തേക്കൂടാ. അപ്പം ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് താഴോട്ട് വരും ആദ്യം. ട്രെയിൻ ഇപ്പോൾ ഹിന്ദു മൽക്കോട്ട് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ബോർഡറാണ്. അത്രയും ബോർഡർ സൈഡിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഗൂഗിൾ മാപ്പിൽ ഇതാ വീണ്ടും ഒന്നും കൂടെ കാണിച്ചു തരാം. ഹിന്ദു മൽക്കോട്ട് പറഞ്ഞത് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുവാണ്. ഇത് അതിന്റെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് അറിയില്ല. ഈ ലൈനില്ലേ, ഇതിന്റെ അപ്പുറത്ത് പാകിസ്ഥാനാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു
ഈ ഭാഗത്തൊക്കെ മൊത്തം നമ്മുടെ ആർമിക്കാരായിരിക്കും. ഡൽഹിയിൽ നിന്നും 423 കിലോമീറ്റർ യാത്ര ചെയ്ത് രാജസ്ഥാനിലെ ശ്രീഗംഗാ നഗറിലേക്ക് നമ്മുടെ ട്രെയിൻ ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് അവിടെ നെയിം ബോർഡ് ഉണ്ട്, കണ്ടതാ? അന്ന് വ്യക്തമാവുന്നില്ല. സമയം ഇപ്പോൾ 11:40. ഇവിടെ 8:35 എത്തേണ്ട വണ്ടിയാണ്. 3 മണിക്കൂറിന് മുകളിൽ ഡിലേ. ഇതാണ് സ്റ്റേഷൻ, ശ്രീഗംഗാനഗർ. എൻ്റെ പൊന്നോ, പ്ലാറ്റ്ഫോമിലേക്ക് എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടാ? മുഴുവൻ കോട. ശോ, 12 മണിയാവാൻ വെറും 20 മിനിറ്റ് മാത്രം. അയ്യോ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം. സമയം ഇപ്പം 23:44, അതായത് 11:44. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ പുറത്തോട്ട് പോവാം. അതിലൂടെയും പോവാം. ഏതിലൂടെ പോകുന്നത്? ഇതിലൂടെ പോവാം. ഈ ഒരു ഭാഗത്തൂടെ പുറത്തേക്ക് ഇറങ്ങാം. ഈ ശ്രീഗംഗാനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതിലൂടെയാണ് പോകുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല. പൊടിയും ഫോഗും എല്ലാം കാരണം ഒന്നും തിരിയുന്നില്ല. ഈ ഒരു ഭാഗത്തെത്തി. എൻ്റെ പൊന്നോ, 12 മണിയായ സമയത്തുള്ള കാഴ്ചയാണ് ഇത്. ഇതാണിപ്പോൾ നിലവിൽ ശ്രീഗംഗാനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണി ആവാനായല്ലോ. ലേറ്റ് ചെക്കിംഗ് ആണ്. ഞങ്ങൾ ഇതുവരെ ഇത്രയും വൈകിട്ട് ചെക്കിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓണറിൻ്റെ വാട്സപ്പിലേക്കൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇനിയിപ്പോൾ പുള്ളിയാണ് ഇനിയിപ്പോൾ അവിടെ ഉള്ളത് അറിയില്ല. കിട്ടുമെന്നൊക്കെ നോക്കണല്ലോ നബി. അറിയില്ല, റൂം കിട്ടുമെന്നൊന്നും അറിയില്ല. ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെയാണ്. അയ്യോ, കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്ന് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കേണ്ട അവസ്ഥ. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റൂം ഉള്ളത് ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗത്താണ്. ഒരു 850 മീറ്റർ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് നടന്നിട്ട് പോവാം. നടന്നു പോവാൻ 800 അത്ര മീറ്റർ ഉണ്ട്. പക്ഷെ വണ്ടീന്റെ ഇത് വെച്ച് നോക്കുമ്പോ 1.5 കിലോമീറ്റർ കാണുന്നുണ്ട്. ഓ, ഏത് വെക്കുന്നേ? നടന്നു പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗള്ളിയായിരിക്കും കിട്ടുന്നത്. എന്നാ നീ ഇതിന്റെ വണ്ടി തന്നെ വെച്ചോ. ശ്രീഗംഗാനഗർ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടേക്കാണ് അതിന്റെ ഗേറ്റ് ഒക്കെ വരുന്നത്. ഞങ്ങൾ ഈ ഒരു സൈക്കിൾ റിക്ഷയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം നടന്നിട്ട് ആരും പോകുന്ന കാണുന്നില്ല. ഇരുട്ടും കൂടിയല്ലേ, സമയം നല്ലോണം വൈകിയില്ല. അതിനെക്കാട്ടി നല്ലത് ഈ ഒരു സൈക്കിൾ റിക്ഷ തന്നെയാണ്. ഒരാൾക്ക് 30 രൂപയാണ് പറഞ്ഞത്, 2 പേർക്കും കൂടെ 60 രൂപ. അപ്പം നമ്മുടെ റൂം ഉള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ. പിന്നെ നേരെ അങ്ങോട്ട് ഇതിന് പോവാൻ നല്ല വേറൊരു എക്സ്പീരിയൻസ് ആകട്ടെ. ഈ ഒരു മഞ്ഞ് കോടയുള്ള ഈ ഒരു ടൈമിൽ തണുപ്പടിച്ച് കയറുകയാണ്. ഒന്നും വിസിബിൾ ആവുന്നില്ല. മുന്നിലേക്കൊന്നും വിസിബിൾ ആവുന്നില്ല. ആരുമില്ല. അതാണ് വിജയനാണ്. പിന്നെ പട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് നടക്കാതെ ഇതിന് വന്നത്. ഞങ്ങൾ ഇതിന് 60 രൂപയാണ് പറഞ്ഞത്. ഞങ്ങൾ 100 തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. 100 തന്നെ കൊടുക്കട്ടെ. ഇത്ര ചവിട്ടി വന്നതല്ലേ, നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ചവിട്ടി വരാൻ വേണ്ടിയിട്ട്. ശ്രീഗംഗാനഗറിൽ ഞങ്ങൾ എടുത്ത റൂം ഇതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ഇന്ന് രാത്രിക്കൊന്ന് കിടന്നുറങ്ങേണ്ട രീതിയിലുള്ള റൂം എന്തായാലും ഇതുണ്ട്. പിന്നെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടിയിരുന്നില്ല. കാരണം ആ ചേട്ടൻ ഞങ്ങളെ തൊട്ട് ഇവിടെ തന്നെയാണ് കൊണ്ടാക്കിയത്. നല്ല ചേട്ടനായിരുന്നു. 60 രൂപയാണ് പുള്ളി മേടിച്ച്. പേഴ്സൊക്കെ തപ്പുമ്പോഴത്തേക്കും പുള്ളിൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നും ഇല്ല. ഒരു പാവം ചേട്ടനാണ്. ബാക്കി 100 പോകുമ്പോൾ തന്നെ ചവിട്ടി പോകുമ്പോൾ തന്നെ നമ്മളോട് ഒരുപാട് സംസാരിച്ചു. അത് നല്ല ഫ്രണ്ട് കാണുന്ന ഒരു ഭാഗത്താനാണെന്ന് തോന്നുന്നു. ഈ രാത്രിക്കും തണുപ്പും കൊണ്ട് 60 രൂപയ്ക്കൊന്നും ഒന്ന് ഏടി എത്തൂലല്ലോ. അത് മാത്രമല്ല, നമ്മളവിടെ ശ്രീഗംഗാനഗർ ഓട്ടോറിക്ഷ കുറെ ആൾക്കാരോട് ചോദിച്ചപ്പോ എല്ലാരും 250 രൂപ 300 പറയുന്നത്. 1.5 കിലോമീറ്റർ വരാനുള്ളൂ. പറഞ്ഞത് 300, 250, 300 ഒക്കെയാ പറയുന്നത്. പക്ഷെ ഈ സൈക്കിള് റിക്ഷയില് പറയുമ്പോ ചവിട്ടി ഈ തണുപ്പത്ത് 60 രൂപ എന്നൊക്കെ പറയുമ്പോ പിന്നെ ആവില്ലല്ലോ. അവർക്ക് പിന്നെ വേറെ ഓട്ടോ ഒന്നും കിട്ടൂല. അപ്പൊ ഞാൻ അതുകൊണ്ട് 100 രൂപ കൊടുത്തു. കുഴപ്പമില്ല, അവര് ഹാപ്പിയായി നല്ല രീതിയിൽ തന്നെ കാണിക്കുകയും ചെയ്തു. പിന്നെ വേറെ അടുത്ത പേടി, ഇവിടെ ഹോട്ടൽ ചെക്കിങ് ചെയ്യുന്ന സമയത്ത് ടൈം വിചാരിച്ചു കഴിഞ്ഞാൽ അവര് റൂം തരൂല എന്നൊക്കെ കരുത്. അവര് നല്ല ഫ്രണ്ട്ലിയാണ്. റൂം ആ സ്പോട്ടിൽ തന്നെ തന്നു. 600 രൂപക്കാണ് റൂം നമുക്ക് ഓൺലൈൻ വഴി വന്നത്. പക്ഷെ അത് എടുക്കുമ്പോഴത്തേക്ക് അതൊരു 700 രൂപ വരും. അതിന്റെ ചാർജ് ഒക്കെ കഴിയുമ്പോൾ 700 രൂപയായി കറക്റ്റ്. അതുപോലെ തന്നെ പിന്നെ വേറെ പറയാൻ പറ്റേ നമ്മുടെ ഫുഡിന്റെ കാര്യം. ഉച്ചക്ക് ഓൾഡ് ഡൽഹി, അതായത് ഡൽഹി ജംഗ്ഷനിൽ കഴിച്ച ആ ഒരു വെജ് ബിരിയാണി ഒരു ടേസ്റ്റ് ഇല്ലാത്ത സംഭവമായിരുന്നു. പക്ഷെ ബത്തിന്റെ വെച്ചാൽ ആ ഒരു പൂരി അതെനിക്ക് ഇഷ്ടമായി. എനിക്കിപ്പോ ഒരു 4 നേരം പാർസൽ മേടിക്കണമെന്നുണ്ടായി. അത് പിന്നെ അടിപൊളി സംഭവം. എന്താ പറയാ, 12:20 ഇപ്പൊ സമയം. 12:20. ഇനിയിപ്പോ ഒന്ന് ഫ്രഷ് ആവണം, കടന്നുറങ്ങണം. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു ദീർഘമായിട്ടുള്ള യാത്രയൊക്കെ ഉണ്ട്. അതെ,
അതൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ വീഡിയോ ബൈ.